കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരോട് കൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ട് പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. അവൻ പറഞ്ഞത് കേട്ട് ആ 2 ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ തൻ്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അവർ ചോദിച്ചു, റബ്ബി, ഗുരു എന്നാണ് ഇതിനർത്ഥം. അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അവൻ പറഞ്ഞു, വന്ന് കാണുക. അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവരോടുകൂടെ താമസിക്കുകയും ചെയ്തു. അപ്പോൾ ഏകദേശം 10-ാം മണിക്കൂറായിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച ആ 2 പേരിൽ ഒരുവൻ ശിമയോൻ പത്രോസിൻ്റെ സഹോദരൻ അന്ത്രയോസായിരുന്നു. അവൻ ആദ്യമേ തൻ്റെ സഹോദരനായ ശിമയോനെ കണ്ട് അവനോട്, ഞങ്ങൾ മിശിഹായെ, ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞു. അവനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. യേശു അവനെ നോക്കി പറഞ്ഞു, നീ യോഹന്നാൻ്റെ പുത്രനായ ശിമയോനാണ്. കേപ്പ, പാറ എന്ന് നീ വിളിക്കപ്പെടും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നിത്യാദ്യ വായനയിൽ യോഹന്നാൻ ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, നമുക്ക് വേണമെങ്കിൽ ദൈവത്തിൻ്റെ മക്കളായിരിക്കാം, വേണമെങ്കിൽ പിശാചിൻ്റെ മക്കളായിരിക്കാം. ഏത് വേണം എന്നുള്ളത് നമ്മുടെ തിരഞ്ഞെടുപ്പാണ്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളെന്ന് പറയാൻ പറ്റണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകണം. അതില്ലാതെ പറഞ്ഞാൽ ആ പറച്ചിൽ വ്യാജമായിട്ട് മാറും. ദൈവത്തിൻ്റെ മക്കളായി നമ്മൾ മാറണമെങ്കിൽ വളരെ അത്യാവശ്യമായ ചില കാര്യങ്ങൾ ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കണ്ടു. ഒന്നാമത്തെ കാര്യം, ദൈവത്തിൻ്റെ മക്കൾ പാപം ചെയ്യരുത്. പാപം ചെയ്യുന്നവർ പിശാചിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ മക്കൾ പാപം ചെയ്യാനുള്ള പ്രവണത വന്നാലും അത് ഒഴിവാക്കാനുള്ള ഒരു പരിശ്രമം അവർ നടത്തും. പറയുണ്ട്, പാപം ചെയ്യുന്ന കാര്യത്തിലാണോ ചെയ്യാതിരിക്കുന്ന കാര്യത്തിലാണോ നമ്മുടെ ശ്രദ്ധ എന്നുള്ളത് തിരിച്ചറിഞ്ഞാൽ നാം പിശാചിൻ്റെ മക്കളാണോ ദൈവത്തിൻ്റെ മക്കളാണോ എന്ന് തിരിച്ചറിയാൻ എളുപ്പമാകും. രണ്ടാമതൊരു കാര്യം നമ്മൾ കണ്ടു, നീതി പ്രവർത്തിക്കുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ, അനീതി പ്രവർത്തിക്കുന്നവർ പിശാചിൻ്റെ മക്കളാണ്. നീതിപൂർവം നമ്മൾ ജീവിക്കുന്നു, നീതി പ്രവർത്തിക്കുന്നു എങ്കിൽ ദൈവവുമായിട്ടുള്ളൊരു ബന്ധം നമുക്കുണ്ട് എന്നതിലൂടെ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണ് ആ പുത്രത്വം നമുക്ക് സ്വീകരിച്ച് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. മൂന്നാമതൊരു കാര്യം കൂടി നമ്മൾ കേട്ടതാണ്, ദൈവത്തിൻ്റെ മക്കൾ പരസ്പരം സ്നേഹിക്കും. സ്നേഹിക്കാതെ വെറുപ്പിലും വൈരാഗ്യത്തിലുമൊക്കെ കഴിയുന്ന വ്യക്തികൾ, അവർക്ക് കൂടുതൽ പിശാചുമായിട്ടാണ് അസോസിയേഷൻ എന്നുള്ളത് നാം തിരിച്ചറിയണം. ഇവിടെ സഹോദരങ്ങൾ തെറ്റ് ചെയ്തേക്കാം, ക്ഷമിക്കാനുള്ളൊരു കടമ നമുക്കുണ്ട്. നമ്മുടെ സഹോദരങ്ങൾക്ക് കുറവുകളുണ്ടാകാം, സഹിക്കാനുള്ള ഒരു വിളി ലഭിച്ചവരാണ് ദൈവമക്കൾ. മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കുക, കുറവുകൾ സഹിക്കുക, ഈ 2 കാര്യങ്ങളുള്ളപ്പോൾ അത് നമ്മളെ ദൈവത്തിൻ്റെ മക്കളുടെ പദവിയിലേക്ക് ഉയർത്തും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. പറയുന്നുണ്ട്, ഈ 3 കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ മക്കളായി മാറാനായിട്ട് സാധിക്കും. നമുക്കറിയാം, പിശാചിന് നമ്മേക്കാൾ ശക്തിയുണ്ട്. പക്ഷേ പിശാചിനെ യേശു പരാജയപ്പെടുത്തി. അതുകൊണ്ട് ഈ യേശുവിനോട് ചേർന്ന് നിൽക്കുന്നവരെ പിശാചിന് തോൽപ്പിക്കാൻ പറ്റത്തില്ല. തന്നെ പോയാൽ നടക്കണമെന്നില്ല. യേശുവിനോട് ചേർന്ന് നിന്ന് അവനെ ചെറുത്ത് നിൽക്കാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും കർത്താവിൻ്റെ സഹായം നമുക്ക് ലഭിക്കുകയും ചെയ്യുമ്പോൾ പിശാചിനെ നമ്മളാരും പേടിക്കേണ്ട കാര്യമില്ല. അവനൊരിക്കലും നമ്മളെ തകർത്ത് കളയാൻ പറ്റത്തില്ല. ഈ ഒരു ബോധ്യത്തോടുകൂടി ജീവിക്കേണ്ടവരാണ് ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ളത് നാം തിരിച്ചറിയണം. ഇന്നത്തെ സുവിശേഷ ഭാഗം 4 ബൈബിൾ കഥാപാത്രങ്ങളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കാണാൻ പറ്റും. നമ്മൾ കാണുന്നു സ്നാപക യോഹന്നാൻ. അവനിങ്ങനെ നിൽക്കുമ്പോൾ
യേശു വരുന്നത് കണ്ടു. ഉടനെ അവൻ വിളിച്ചു പറഞ്ഞൊരു കാര്യം, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പറയാറുള്ള ഒരു കാര്യമാണ്, ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് ഈ വചനഭാഗം. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. 2 ശിഷ്യന്മാർ യോഹന്നാനെ വിട്ടിട്ട് യേശുവിൻ്റെ പുറകെ പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ശക്തി എത്ര വലുതായിരുന്നു. യേശു അവിടെ തീപ്പൊരി പ്രസംഗമോ അത്ഭുത രോഗശാന്തിയോ വല്ലതും നടത്തിയോ? ഒന്നുമില്ല. ഇതെല്ലാം കണ്ടിട്ട് പോലും കേട്ടിട്ട് പോലും മാറ്റം വരാത്ത വ്യക്തികളെ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ കാണുകയാണ് യേശുവിൻ്റെ വ്യക്തിത്വം മൂലമാണ് ഇപ്രകാരം സംഭവിച്ചത്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, സ്നാപക യോഹന്നാൻ എന്ന വ്യക്തി ഒരു മഹാവ്യക്തിയായിട്ട് നമുക്ക് സ്നാപക യോഹന്നാനെ കാണാൻ പറ്റും. ആരെങ്കിലും തൻ്റെ കൂടെ നിന്നവർ തന്നെ വിട്ടുപോകണമെന്ന് ആഗ്രഹിക്കുമോ? എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കൂടെ നിർത്താനേ നമ്മൾ നോക്കത്തുള്ളൂ. നമ്മുടെ ഫോളോവേഴ്സ് നഷ്ടപ്പെടാതിരിക്കാൻ എന്ത് നമ്പരും ഇറക്കിയെന്ന് വരും. ഇവിടെ നമ്മൾ കാണുകയാണ് സ്നാപക യോഹന്നാൻ പറഞ്ഞൊരു കാര്യം, ദൈവത്തിൻ്റെ കുഞ്ഞാട്, ആ കുഞ്ഞാടാണ് നമ്മുടെ നേരെ വരുന്നത്, അവനെ അനുഗമിക്കുക എന്നുള്ള ആ ഒരു സന്ദേശമാണ് കൊടുത്തത്. അതുകൊണ്ടാണ് യോഹന്നാൻ 3:30 വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, അവൻ വളരണം ഞാൻ കുറയണം. ഈ ഞാനെന്നുള്ള ആ ഒരു ചിന്തയും ഞാനെന്നുള്ള ഭാവവും എനിക്കെല്ലാം വേണമെന്നുള്ള ആ ഒരു മനോഭാവം ഇതൊക്കെ മാറാതെ കണ്ട് നമുക്ക് യേശുവിനെ അനുഗമിക്കുന്നവരാകാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രക്രിയ നിരന്തരം നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ അത് നടന്നുകൊണ്ടിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് ക്രിസ്തീയതയിൽ വളരുവാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, ഈ 2 വ്യക്തികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അവരുടെയൊക്കെ ശക്തമായ വ്യക്തിത്വം രൂപപ്പെട്ടത് എങ്ങനെയാണ്. യേശുവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നിരന്തരമായ പ്രാർത്ഥന. അതിലൂടെയാണ് ഇത്രയും ശക്തമായ ഒരു വ്യക്തിത്വം രൂപപ്പെട്ടത്. അതെനിക്കറിയാം. നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ അവരൊരുപാട് ഇങ്ങനെ മക്കളെ ഉപദേശിച്ച് പുറകെ നടക്കേണ്ട കാര്യമില്ല. അവർ വേണേ ചെറുതായിട്ടൊരു കാര്യം പറഞ്ഞു, ഒന്ന് നോക്കി, അത്രയും മതി. മക്കൾക്ക് കാര്യം പിടികിട്ടി അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തിയിരിക്കും. മെൻ ഓഫ് ഫ്യൂ വേർഡ്സ്. ചിലരങ്ങനെയാണ്, കുറച്ച് സംസാരിക്കത്തുള്ളൂ, പക്ഷെ ശക്തമായ വ്യക്തിത്വം. വേറെ ചിലർ രാവെന്നോ പകലെന്നോ ഇല്ലാതെ വാതോരാതെ ഉപദേശം കൊടുക്കുക, ഒന്നും ആ കേൾക്കുന്നവരുടെ ചങ്കിലേക്ക് കയറുന്നില്ല. അവർ കൂടുതൽ അവരിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വ്യക്തിത്വം അത് ശരിയാകണം. ഒരു ആകർഷകമായ ശക്തമായ ഒരു വ്യക്തിത്വം ഉണ്ടാകണം. അതിന് ഇരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അത് നമ്മൾ ചെയ്താൽ നമ്മുടെ മക്കൾക്ക്, നമ്മളെ കാണുന്നവർക്കൊക്കെ ഈ ഒരു കാര്യം അവർക്ക് മനസ്സിലായിട്ട് അവരതനുസരിച്ച് നിൽക്കും എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയും. മറ്റ് 2 വ്യക്തികളെ നമ്മൾ കണ്ടു, ബൈബിൾ കഥാപാത്രങ്ങൾ. അന്ത്രയോസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും ബൈബിളിൽ പറയപ്പെട്ടിട്ടില്ല, പത്രോസിനെ കുറിച്ച് പറഞ്ഞ പോലെ. പക്ഷെ നമ്മൾ കാണുകയാണ് പല നിർണായകമായ കാര്യങ്ങളിലും അന്ത്രയോസ് ഉണ്ടായിരുന്നു. പത്രോസിനെ യേശുവിൽ എത്തിച്ചത് അന്ത്രയോസാണ്. പിന്നീട് പത്രോസ് കൂടുതൽ പ്രശസ്തനായെങ്കിലും അതിൻ്റെ പേരിൽ അന്ത്രയോസിന് ഒരു അസൂയയോ ഒന്നുമില്ലായിരുന്നു. അവിടെ ഈ വിശുദ്ധിയിൽ വളർന്നാൽ, ആത്മീയതയിൽ വളർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരെ കാണുമ്പോൾ അഭിമാനം തോന്നും, അല്ലാതെ അസൂയല്ല തോന്നുക. ഇനി ആ ഒരു വളർച്ച, അതാണ് നമ്മുടെ ജീവിതത്തിന് ഉണ്ടാകേണ്ടത്. പത്രോസാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, പിന്നീട് കർത്താവിന് വേണ്ടി എത്ര ശക്തമായിട്ട് നിലകൊണ്ടു, തൻ്റെ ജീവൻ ബലി കഴിക്കാൻ തയ്യാറായി. അതുപോലെ തന്നെ തൻ്റെ ഗുരുനാഥനെ പോലെ കുരിശെ കടക്കാനുള്ള യോഗ്യതയില്ലാത്തതുകൊണ്ട് കുരിശിലേറ്റിക്കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് തലയും കുത്തി ഇട്ടാക്കാനാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് ശക്തമായ വ്യക്തിത്വം. എന്താണ് അതിൻ്റെയൊക്കെ പിന്നിൽ? ദൈവാനുഭവം, പ്രാർത്ഥനാ ജീവിതം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ നമുക്ക് സാധിച്ചാൽ ഇതുപോലുള്ള ആകർഷകമായ ശക്തമായ വ്യക്തിത്വം നമുക്കും ഉണ്ടാകാം. നമുക്ക് ധാരാളം മക്കളെ ഈശോയിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നുള്ള ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.